ഹലോ ലോയ്റ്റ്, വി ഗേറ്റ്സ്. ഇന്നും കുറച്ച് ലേറ്റ് ആയിട്ടോ എണീറ്റത്. പതിവ് പോലെ തന്നെ ബ്രേക്ക്ഫാസ്റ്റിന്റെ വീഡിയോ ഇന്ന് എടുക്കാൻ മറന്നുപോയെ. നാളെ തുടങ്ങി എന്തായാലും വീഡിയോ ഇടുന്നതായിരിക്കും. എന്തായാലും ജിമ്മിൽ പോകുന്നതിന് ഒരു കുറവൊന്നും ഉണ്ടായിരുന്നില്ല. ഡാഡിനെയും കൂട്ടിയിട്ട് ഞങ്ങൾ നേരെ ജിമ്മിലോട്ട് വിളിച്ചു പിടിച്ചേ. ചെറുപ്പത്തിലൊക്കെ ഈ പൂളിൽ എന്തോരം കിടന്ന് തിമിർത്തിട്ടുള്ളതാ. ഇപ്പോൾ ഒരു ഇൻട്രസ്റ്റ് ഇല്ല. എന്തായാലും ആട്ടെ, ജിമ്മിൽ പോയി വർക്കൗട്ട് തുടങ്ങി. ഡാഡി ഞാൻ പഴയ പോഞ്ഞിക്കരയാണെന്നും പറഞ്ഞുകൊണ്ട് വെയിറ്റ് കൂട്ടിയിട്ട് അടിക്കുന്നുണ്ട്. സണ്ണി ആണെങ്കിൽ അവിടെ കിടന്ന് ട്രെഡ്മില്ലേക്ക് കിടന്ന് കുത്തിമറിയുന്നുണ്ട്. എന്തായാലും നല്ലൊരു വർക്കൗട്ട് കഴിഞ്ഞ് തിരിച്ച് വീട്ടിലോട്ട് പോയി. ജിമ്മ് കഴിഞ്ഞ് അവിടെ കുറച്ച് ഷോപ്പിങ്ങിന് പോയി. അവിടെ നിന്ന് വാങ്ങിച്ചാണ് ഈ സാധനം. ഇത് ഐസ്ക്രീം സാൻഡ്വിച്ച് ആണെന്ന് പറയാൻ പറ്റില്ല, എന്തോ ഒരു സാധനം. കൊള്ളായിരുന്നു കേട്ടോ. ഒടുക്കത്തെ വെയിലായിരുന്നു, പിന്നെ ജിമ്മിൽ പോയ ക്ഷീണം ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഒരു ഐസ്ക്രീം ഭയങ്കര അത്യാവശ്യമായിരുന്നു. ഉച്ചക്കത്തെ ലഞ്ചിന് നല്ല കൂർക്കയും ഗിസാഡ് ബാക്കി ഉണ്ടായിരുന്ന അങ്ങ് വടിച്ച് തീർത്തു. പിന്നെ ബാക്കി നല്ല ചിക്കൻ റോസ്റ്റും ഇതെല്ലാം കൂടെ കൂട്ടി ഒരു പിടിയങ്ങ് പിടിച്ചു. ഇനി കുറച്ച് നേരം ഇതൊക്കെ കൂട്ടി ഭക്ഷണം കഴിക്കണേ ഞാൻ കാണിച്ചു തരാം. ഒരു നല്ല സിനിമയൊക്കെ ഇട്ട് ഓരോന്നും ഓരോ പീസൊക്കെ എടുത്ത് കഴിക്കുക. അതിനിടെ ചില മാരണങ്ങൾ സൈഡിൽ നിന്ന് ഇങ്ങനെ കൈയൊക്കെ കാണിക്കും, അത് മൈൻഡ് ചെയ്യാതിരിക്കുക. യെസ്, അപ്പോൾ പറഞ്ഞ പോലെ തന്നെ നമ്മൾ ഖത്തർ നാഷണൽ ലൈബ്രറിയിലോട്ട് പോവാണ്. ഇപ്പോൾ മെട്രോ സ്റ്റേഷനിലേക്കാണ് നടക്കണേ. അവിടെ നിന്ന് നമ്മൾ മെട്രോ കയറി പോകും. മെട്രോ സ്റ്റേഷനിൽ നിന്ന് പിന്നെ മെട്രോ അല്ലാതെ കാളവണ്ടി പിടിച്ച് പോകാൻ പറ്റില്ലല്ലോ. ഈ വളിച്ച ചീഞ്ഞ അളിഞ്ഞ കോമഡി. അങ്ങനെ ഞങ്ങൾ മെട്രോയിൽ ഇരുന്ന് പോകുന്നതാണ് നിങ്ങൾ കാണുന്നത്. വലിയ തിരക്കൊന്നും ഇല്ലായിരുന്നേ. അങ്ങനെ ഒരു അരമണിക്കൂർ, ഒരു 25 അല്ലെങ്കിൽ 30 മിനിറ്റ് കൊണ്ട് ഞങ്ങൾ ഖത്തർ നാഷണൽ ലൈബ്രറിയിൽ എത്തി. അവിടുത്തെ ആംബിയൻസ് ഒക്കെ നൈസായിരുന്നേ. അതിന്റെ പുറത്ത് ഇങ്ങനെ നല്ല ലൈറ്റിങ്ങും കാര്യങ്ങളൊക്കെ ആയിട്ട് സെറ്റ് ആയിരുന്നു. ആ നടക്കുന്ന വഴിയൊക്കെ നൈസായിരുന്നു. പുറമേ നിന്ന് കാണുമ്പോൾ തന്നെ അടിപൊളിയാണ്. നല്ല ഇൻഫ്രാസ്ട്രക്ചറും കാര്യങ്ങളൊക്കെയാണ്. ഉള്ളിൽ അതിനപ്പുറം ആയിരിക്കുമല്ലോ. മെട്രോ സ്റ്റേഷൻ ഇറങ്ങിയിട്ട് ജസ്റ്റ് ഒന്ന് ക്രോസ് ചെയ്താൽ മാത്രം മതിയോ ലൈബ്രറിയിലോട്ട്. ഇതാണ് നമ്മുടെ ഖത്തർ നാഷണൽ ലൈബ്രറി. ഇതിന്റെ എൻട്രൻസ് ഒക്കെ ഒന്ന് കുറെ നേരമായിട്ട് നടക്കുക. ഈ തോന്നുന്ന ഏകദേശം ആ ഭാഗത്തായിരിക്കും എൻട്രൻസ്. ഇവിടേക്കെന്നോ എന്തെന്നോ അറിയാതെ ചുമ്മാ വീഡിയോ എടുക്കാൻ വേണ്ടി മാത്രം ഓരോ ബുക്കുകൾ എടുത്ത് വായിക്കുന്ന ബിബിൻ. എന്ത് ബുക്കാന്നല്ല അറിയത്തില്ല. അതെ, അതിപ്പോ ഞാൻ കണ്ടിട്ടുണ്ട്. ഇപ്പൊ ചക്കക്ക് കിട്ടിയതല്ലേ നിനക്ക് ആ ബുക്ക്? കുറച്ച് അകത്തോടെ നടന്നു നോക്കിയപ്പോ ടോം ആൻഡ് ജെറിയുടെ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് കേട്ടു. അപ്പൊ അങ്ങോട്ടൊന്ന് പോയതാ. ടോം ആൻഡ് ജെറി കാണാന്ന് വിചാരിച്ച ഓടി അങ്ങോട്ട് പോയതാണ്. അവിടെ നോക്കിയപ്പോൾ ഒരു അപ്പച്ചനും കുറച്ച് അമ്മച്ചിമാരും ഇരുന്നിട്ട് വയലിൻ വായിക്കുന്നു. കുറെ ആൾക്കാർ നോക്കിയിരിക്കുന്നുണ്ടായിരുന്നു. ഇത് അവർക്ക് വല്ലതും മനസ്സിലായിട്ടാണാവോ എന്തോ. പിന്നെ താഴെ എന്തോ മ്യൂസിയം പോലെ എന്തൊക്കെയോ സെറ്റപ്പ് ഉണ്ടായിരുന്നു. ഇതെന്തോ ടൈമിന്റെ സംഭവമൊക്കെയാന്ന് പറഞ്ഞ് ബിബിൻ കാര്യമായിട്ട് നോക്കുന്നുണ്ട്. ചിക്കൻ പോലത്തെ ചിക്കൻ ഡ്രം സ്റ്റിക്കിന്റെ ഐസ്ക്രീം ആണത്. ഇത് ക്യാമൽ മിൽക്ക് ആണെന്ന് തോന്നണല്ലേ? ആണെന്ന് ഇത് എഴുതിയിട്ടുണ്ട്. ചിക്കൻ പോലെ തന്നെയല്ലേ? ഇല്ല, കഴിക്ക്. നട്ട്സ് കോട്ടിയുടെ ഐസ്ക്രീം മതിയാ? ഏതാണവൻ? കൊറേ സ്ഥലത്ത് തെണ്ടിത്തിരിഞ്ഞ് അവസാനം ഏതൊരു സ്ഥലത്ത് വന്നേക്കാണ്. ഏതൊരു ജ്യൂസ് ആൻഡ് ടീയോ അങ്ങനെ എന്തൊരു ഷോപ്പ്. എന്തോ ബർഗേഴ്സും അങ്ങനത്തെ ഫ്രൈസൊക്കെ ഉണ്ട്. സോ എന്തൊക്കെയോ ഓർഡർ ചെയ്തിട്ടുണ്ട്. അപ്പം അത് വരുമ്പോൾ കാണാം. അങ്ങനെ നമ്മുടെ ഡയറ്റ് എടുക്കുന്ന ബിബിൻ ബർഗർ കഴിക്കുകയാണ്. രാവിലെ മാത്രമേ ഡയറ്റ് ഉള്ളൂ ഗൈസ്. രാത്രി ആകുമ്പോൾ ബൾക്കിംഗ് വീണ്ടും പോകണം. സംഗതി ഞങ്ങൾ പ്രതീക്ഷിച്ചതിനേക്കാൾ അടിപൊളിയായിരുന്നു കേട്ടോ. ക്ലബ് സാൻഡ്വിച്ച് അത്യാവശ്യം ഫില്ലിംഗ് ആയിരുന്നു. ബർഗർ ആയിരുന്നാലും വലിയ കുഴപ്പമുണ്ടായിരുന്നില്ല. ഞങ്ങൾ ആക്ച്വലി ഒരു സ്നാക്ക് കഴിക്കാനാണ് കയറിയത്. പക്ഷേ ഇത് കഴിച്ച് കഴിഞ്ഞപ്പോഴേക്കും ഡിന്നറായി. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ വയറ് അത്രയും നിറഞ്ഞു. അപ്പോൾ ഇന്നത്തെ വീഡിയോ അത്രയേ ഉള്ളൂ കേട്ടോ. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.